നമസ്കാരം. കേരളത്തിലെ ഹിന്ദുക്കളുടെ ആചാരങ്ങളെക്കുറിച്ചും കേരളത്തിലെ സർവ്വ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെക്കുറിച്ചും സ്വാമി സച്ചിദാനന്ദ സ്വാമി ഇടപെട്ട അഭിപ്രായം പറയേണ്ടതില്ല. ഇത് എൻ്റെ വാക്കുകളല്ല, NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ സച്ചിദാനന്ദ സ്വാമി നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ഹൈന്ദവരുടെ ക്ഷേത്ര ആരാധനാക്രമത്തിലും ഹൈന്ദവർ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തും ഷർട്ട് ഊരി മാറ്റേണ്ടതില്ല, ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ അവർക്ക് ക്ഷേത്ര സന്ദർശനം നടത്താനാവുന്നതാണ്, ഷർട്ട് ഊരി മാറ്റി വെച്ചുകൊണ്ടുള്ള ക്ഷേത്ര ദർശനം അന്ധാചാരമാണ്, അത് അനാചാരമാണ് എന്നാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ശിവഗിരി മഠത്തിൻ്റെ അമരക്കാരനായ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. സ്വാമി സച്ചിദാനന്ദയുടെ ഈ പ്രസംഗത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് ഏറ്റുപിടിക്കുകയുണ്ടായി. കേരളത്തിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥ തന്നെയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെയാണ് സവർണ മനോഭാവത്തോടു കൂടി ഇപ്പോഴും സനാതനധർമ്മത്തെ വച്ചു പുലർത്തുന്നത്. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ മതത്തിൽ ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലെ സനാതനധർമ്മം കാലാകാലത്തിൽ ഉടച്ചു വാർത്ത് മനുഷ്യന് ഉപയുക്തമായ രീതിയിൽ അതിനെ പുനർനിർമ്മിക്കുകയുണ്ടായി എന്നൊക്കെ പിണറായി വിജയൻ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ സനാതനധർമ്മ വിശ്വാസികൾ പിണറായി വിജയൻ്റെ ഈ പ്രസംഗത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് സച്ചിദാനന്ദ സ്വാമികളുടെ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താം എന്ന് പറയുന്ന പ്രസംഗവും ജി സുകുമാരൻ നായർ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മൊത്തം കാര്യം സച്ചിദാനന്ദ സ്വാമികൾ ഏറ്റെടുക്കേണ്ടതില്ല. എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത് മറ്റുള്ള ആളുകൾ തീരുമാനിച്ചുകൊള്ളും. ഹൈന്ദവരുടെ മൊത്തം ക്ഷേത്രത്തിൽ എന്ത് നടക്കണം എന്നുള്ളത് സച്ചിദാനന്ദ സ്വാമി പറയേണ്ടതില്ല. ശിവഗിരി മഠത്തിൻ്റെ കാര്യം മാത്രം സ്വാമികൾ നോക്കിയാൽ മതി എന്നാണ് ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്നാൽ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവനയ്ക്ക് സ്വാമി സച്ചിദാനന്ദ കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. സുകുമാരൻ നായർ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സച്ചിദാനന്ദൻ സ്വാമിയെ സംസാര മധ്യത്തിൽ അയാൾ എന്ന് സുകുമാരൻ നായർ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം എടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സ്വാമികൾ സുകുമാരൻ നായരെ കുറിച്ച് അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. സുകുമാരൻ നായർ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിനും സംസ്കാരത്തിനും അനുസൃതമായിട്ടാണ്. അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഞാൻ ശിവഗിരി മഠത്തിൻ്റെ സ്വാമി എന്ന രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏത് തരത്തിലുള്ള ദർശനങ്ങളാവാം, അതിന് കാമ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുവാൻ സുകുമാരൻ നായരേക്കാൾ എനിക്ക് കൂടുതൽ അധിക യോഗ്യതയുണ്ട്. സന്യാസി ശ്രേഷ്ഠൻ എന്ന രീതിയിൽ അക്കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനോ പറയുവാനോ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുവാനോ സുകുമാരൻ നായരേക്കാൾ കൂടുതൽ അധിക യോഗ്യത എനിക്ക് തന്നെയാണ് എന്നാണ് സ്വാമി സച്ചിദാനന്ദ തുറന്നടിച്ചത്. എന്തായാലും സുകുമാരൻ നായർക്ക് കൃത്യമായ രീതിയിൽ തന്നെ സ്വാമി സച്ചിദാനന്ദ ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി സുകുമാരൻ നായർ ചോദിക്കുകയുണ്ടായി. ഇതര മതസ്ഥരുടെ ആരാധനാക്രമത്തിൽ സ്വാമി സച്ചിദാനന്ദയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ സച്ചിദാനന്ദ സ്വാമി മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ ഹൈന്ദവരുടെ ക്ഷേത്ര രീതികളും ക്ഷേത്രത്തിൽ എങ്ങനെ ദർശനം നടത്തണം, അതിൻ്റെ ആചാരക്രമങ്ങളിൽ എന്തെല്ലാം തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് സുകുമാരൻ നായരേക്കാൾ നന്നായി പറയാൻ എനിക്ക് സാധിക്കും. ഞാനൊരു സന്യാസി ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ പറയുന്ന അഭിപ്രായത്തെക്കാൾ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ആരാധനാക്രമങ്ങളെക്കുറിച്ചും അതിൽ ആരാധനയ്ക്ക് വേണ്ടി ചെല്ലുന്ന ആളുകൾ ഏത് തരത്തിൽ പെരുമാറണം, ഏത് തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ അനുസരിക്കണം എന്നൊക്കെ പറയാൻ സുകുമാരൻ നായരേക്കാൾ എന്തുകൊണ്ടും ഞാൻ തന്നെയാണ് യോഗ്യൻ എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ വെളിപ്പെടുത്തിയത്. എന്തായാലും സുകുമാരൻ നായരുടെയും സച്ചിദാനന്ദ സ്വാമികളുടെയും ഈ വാക്പോര് കേരളത്തിൽ മറ്റൊരു ധ്രുവീകരണത്തിന് വഴിവെക്കും എന്ന് തന്നെ വിശ്വസിക്കാം. വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായി മനുഷ്യൻ രണ്ട് തട്ടിലാകുന്ന തരത്തിലാണ് ഇരു കൂട്ടരുടെയും ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവാക്യം ഉരുവിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പിന്മുറക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളുടെ വാക്കുകൾ കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സാധാരണ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പുരുഷന്മാരായ ഭക്തന്മാർ ഷർട്ട് ധരിക്കാതെയും സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചും തന്നെയാണ് കയറുന്നത്. എന്നാൽ ഇവിടെ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിക്കാം എന്നാണ് ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ഇത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സച്ചിദാനന്ദ സ്വാമിയുടെ പ്രതികരണത്തിന് സുകുമാരൻ നായർ മറ്റു മറുപടിയൊന്നും അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ അതുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ ക്ഷേത്രങ്ങളും അതിൻ്റെ ആചാരങ്ങളും മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ സ്ത്രീകൾക്ക് അധികാരമുണ്ട് എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പിണറായി വിജയൻ സർക്കാർ അവിടെ സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചു എന്നുള്ള ആ ഒരു നൊമ്പരം വിശ്വാസികൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ
ക്ഷേത്രത്തിനകത്ത് പുരുഷന്മാർക്ക് ഷർട്ടിട്ട് പ്രവേശിക്കാം എന്ന സച്ചിദാനന്ദ സ്വാമികളുടെ വിവാദമായ ഒരു പരാമർശം വരുന്നതും NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അത് ഏറ്റുപിടിക്കുന്നതും. എന്തായാലും ഇതേ തുടർന്ന് ഇനി കേരളത്തിൽ എന്ത് വിവാദങ്ങളാണ് വിശ്വാസ സമൂഹത്തിന് മുന്നിൽ ഉടലെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.